പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. ഈശോയിൽ പ്രിയപ്പെട്ടവരെ, ക്ലേശിക്കുന്നവരുടെ സങ്കേതമായ കൃപാസന മാതാവിൻ്റെ സന്നിധിയിലേക്ക് നമുക്ക് പ്രാർത്ഥനയോടെ കടന്നു വരാം. ഇന്ന് നമ്മളിൽ പലരും പുറമേ ചിരിക്കുമ്പോഴും ഉള്ളിൽ വലിയ ഭാരങ്ങൾ പേറുന്നവരാണ്. മറ്റുള്ളവരുടെ വാക്കുകൾ ഏൽപ്പിച്ച മുറിവുകൾ, പരാജയഭീതി, ഒറ്റപ്പെടൽ, അല്ലെങ്കിൽ ഭാവിയെക്കുറിച്ചുള്ള ആകുലതകൾ, ഇവയെല്ലാം നമ്മുടെ മനസ്സിൻ്റെ സമാധാനം കെടുത്തുന്നുണ്ടാകാം. അല്പനേരം നമുക്ക് നമ്മുടെ എല്ലാ ചിന്തകളും മാറ്റിവെച്ച് അമ്മയുടെ മടിത്തട്ടിൽ വിശ്രമിക്കാനായിട്ട് നമുക്ക് ശ്രമിക്കാം. അധ്വാനിക്കുന്നവരും ഭാരം ചുമക്കുന്നവരുമായ നിങ്ങളെല്ലാവരും എൻ്റെ അടുക്കൽ വരുവിൻ, ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കാം എന്ന ഈശോയുടെ വാഗ്ദാനം നമുക്ക് ധ്യാനിക്കാം. കുരിശിൻ്റെ ഭാരം ചുമന്ന ഈശോയ്ക്ക് നമ്മുടെ മനസ്സിൻ്റെ ഭാരം എത്രത്തോളമുണ്ടെന്ന് നന്നായി അറിയാം. മകൻ്റെ കഷ്ടപ്പാടുകളിൽ ഒപ്പം നടന്ന പരിശുദ്ധ അമ്മ നമ്മുടെ ജീവിതയാത്രയിലെ പ്രതിസന്ധികളിലും നമുക്ക് താങ്ങായി നിൽക്കുന്നു. നമ്മുടെ ഹൃദയത്തിലെ കല്ലുകൾ നീക്കി അവിടെ സമാധാനത്തിൻ്റെ അരുവികൾ ഒഴുക്കുവാൻ അമ്മ ഇന്ന് മാധ്യസ്ഥം വഹിക്കുന്നു. കൃപാസന മാതാവേ, ഞങ്ങളുടെ മനസ്സിനെ വേദനിപ്പിക്കുന്ന പഴയകാല ഓർമ്മകളെ ഞങ്ങൾ അങ്ങേക്ക് സമർപ്പിക്കുന്നു. ബാല്യകാലത്തോ യൗവനത്തിലോ ഏറ്റ അവഗണനകൾ, പ്രിയപ്പെട്ടവരിൽ നിന്നുള്ള ചതികൾ, കഠിനമായ വാക്കുകൾ എന്നിവയുണ്ടാക്കിയ ആഴത്തിലുള്ള മുറിവുകൾ ഈശോയുടെ സ്പർശനത്താൽ സുഖപ്പെടട്ടെ. ഞങ്ങളുടെ ഉള്ളിലെ പകയും വിദ്വേഷവും നീക്കി എല്ലാവരോടും ക്ഷമിക്കുവാനുള്ള വലിയ ഹൃദയം നൽകണമേ. ഭൂതകാലത്തിൻ്റെ തടവറയിൽ നിന്ന് ഞങ്ങളെ മോചിപ്പിക്കണമേ. അമ്മേ, അനാവശ്യമായ ചിന്തകൾ കാരണം ഉറക്കം നഷ്ടപ്പെട്ട മക്കളെ ആശ്വസിപ്പിക്കണമേ. നാളെ എന്ത് സംഭവിക്കുമെന്ന ഭയത്തിൽ നിന്ന് ഞങ്ങളെ വിടുവിക്കണമേ. ഞങ്ങളുടെ ആകുലതകൾ ഒന്നിനും പരിഹാരമല്ലെന്നും എല്ലാം ദൈവത്തിൻ്റെ പദ്ധതിയാലാണെന്നുള്ള വലിയ ബോധ്യം ഞങ്ങൾക്ക് നൽകണമേ. മനസ്സിനെ വരിഞ്ഞു മുറുക്കുന്ന നെഗറ്റീവ് ചിന്തകളെയും അസ്വസ്ഥതകളെയും ഈശോയുടെ നാമത്തിൽ ഞങ്ങൾ പുറം തള്ളുന്നു. കാറ്റും കോളുമാടിയ ഞങ്ങളുടെ മനസ്സിനെ നീ ശാന്തമാക്കണമേ. ജീവിതം വിരസമായി തോന്നുന്നവർക്കും പ്രതീക്ഷകൾ അസ്തമിച്ചവർക്കും പുതിയൊരു വെളിച്ചം നൽകണമേ. ചെറിയ കാര്യങ്ങളിൽ സന്തോഷം കണ്ടെത്തുവാനും ദൈവത്തിന് നന്ദി പറയുവാനും ഞങ്ങളെ പഠിപ്പിക്കണമേ. ഞങ്ങളുടെ ഉള്ളിൽ സന്തോഷത്തിൻ്റെ ഉറവകൾ വീണ്ടും പൊട്ടിയൊഴുകട്ടെ. മറ്റുള്ളവർക്ക് ആശ്വാസം നൽകുന്ന വ്യക്തികളായി ഞങ്ങളെ മാറ്റണമേ. ഈ പ്രാർത്ഥന വഴി ഞങ്ങളുടെ ഹൃദയം സമാധാനമായെന്നും സമാധാനത്തിൻ്റെ ഒരു പുതപ്പിനുള്ളിലെന്ന പോലെ ഞങ്ങൾ സുരക്ഷിതരാണെന്നും തിരിച്ചറിയാൻ ഇടയാകട്ടെ. കൃപാസന മാതാവേ, ഞങ്ങളുടെ മനസ്സിൻ്റെ ഭാരം അമ്മ ഏറ്റെടുക്കണമേ. ഇനി ഒരു അസ്വസ്ഥതയും ഞങ്ങളെ ഭയപ്പെടുത്തരുതേ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. അന്നു വേണ്ട ആഹാരം എന്നും ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങൾ പ്രലോഭനത്തിൽ വീഴാൻ ഇടയാകരുതേ. ദുഷ്ടാരൂപിയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോട് കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി
എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷ കൊള്ളണമേ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി, ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. അന്നു വേണ്ട ആഹാരം എന്നും ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങൾ പ്രലോഭനത്തിൽ വീഴാൻ ഇടയാകരുതേ. ദുഷ്ടാരൂപിയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ യേശു അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷ കൊള്ളണമേ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി, ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. അന്നു വേണ്ട ആഹാരം എന്നും ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങൾ പ്രലോഭനത്തിൽ വീഴാൻ ഇടയാകരുതേ. ദുഷ്ടാരൂപിയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ യേശു അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷ കൊള്ളണമേ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി, ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. അമ്മയുടെ പ്രത്യേക കരുണയും ആന്തരിക സമാധാനവും നിങ്ങളിൽ നിറയട്ടെ. ആമേൻ. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ.